ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം വോട്ടെടുപ്പാണ്. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം വരുന്നതുവരെയുള്ള ആകാംക്ഷയുടെ നിമിഷങ്ങളിൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എക്സിറ്റ് പോളുകളെ കുറിച്ചാണ്. എന്താണ് ഈ എക്സിറ്റ് പോൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്ന വോട്ടറുടെ മനസ്സ് വായിക്കുവാൻ ഏജൻസികൾ നടത്തുന്ന ഒരു ശാസ്ത്രീയ പരീക്ഷണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സിറ്റ് പോളുകളുടെ ലോക ചരിത്രവും ഇന്ത്യയിലെ അവരുടെ പ്രശസ്തിയും ഒപ്പം കഴിഞ്ഞ 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവചനങ്ങൾ എങ്ങനെയായിരുന്നു എന്നതുമാണ്. 2026 തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടയിൽ നിൽക്കുന്ന ഒരു പഴയ കണക്കുകൾ വലിയ പാഠങ്ങളുമാണ്. ചരിത്രപരമായി നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വേരുകൾ തേടിപ്പോയാൽ നമ്മൾ എത്തുന്നത് അമേരിക്കയിലാണ്. 1960കളിലാണ് ഈ രീതിയുടെ തുടക്കം കുറിക്കുന്നത്. ആദ്യ പരീക്ഷണം 1967 അമേരിക്കയിലെ കെൻറ്റക്കി ഗവർണർ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഒരു എക്സിറ്റ് പോൾ പരീക്ഷിക്കപ്പെട്ടത്. വാറൻ മിറ്റോവ്സ്കി എന്ന സ്റ്റാറ്റിസ്റ്റിഷ്യനാണ് ഇതിന്റെ പിതാവായി അറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ CBS ന്യൂസിനു വേണ്ടി മിറ്റോവ്സ്കി നടത്തിയ പ്രവചനങ്ങൾ വൻ വിജയമായിരുന്നു. പിൽക്കാലത്ത് ഇത് ബ്രിട്ടനിലേക്കും യൂറോപ്പിലേക്കും പടർന്നു. ഇന്ത്യയിൽ എക്സിറ്റ് പോളുകളുടെ പ്രചാരം ലഭിക്കുന്നത് 1980കളിലാണ്. 1996 ദൂരദർശന് വേണ്ടി CSDC നടത്തിയ പ്രവചനങ്ങളാണ് ഇതിനെ ജനകീയമാക്കിയത്. 2021 കേരള പ്രവചനവും യാഥാർത്ഥ്യവും നോക്കിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ മിക്ക എക്സിറ്റ് പോളുകളും LDFന് ഭരണ തുടർച്ച പ്രവചിക്കുകയുണ്ടായി. പക്ഷേ കണക്കുകളിൽ വലിയ കൗതുകമുണ്ടായിരുന്നു. നമുക്ക് പ്രധാന പോളുകൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് മൈ ഇന്ത്യ ഇവർ LDFന് 104 മുതൽ 120 വരെ സീറ്റുകൾ പ്രവചിച്ചു. വലിയൊരു തരംഗമാണ് അവർ കണ്ടത്. PMark ഇവർ കുറച്ചുകൂടി കടുത്ത മത്സരം പ്രവചിച്ചു. LDFന് 72ഉം 80 സീറ്റുകളും UDFന് 58, 64 സീറ്റുകൾ നൽകി. ടുഡേസ് ചാണക്യ ഇവർ LDFന് 102 സീറ്റുകൾ പ്രവചിച്ചു. പക്ഷേ യാഥാർത്ഥ്യം എന്തായിരുന്നു? ഫലം വന്നപ്പോൾ LDFന് 99 സീറ്റുകൾ കിട്ടി. ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചന പരിധിക്ക് താഴെയായിരുന്നു ഇത്. ഇനി UDFന് 41 സീറ്റുകൾ നേടി. പല പോളുകളും UDFന് 50ന് താഴെയാണ് കണ്ടത്. അത് ശരിയായി വന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി BJP ഘടകത്തെ പറ്റി പറയുന്ന ഏറ്റവും രസകരമായ കാര്യം, മിക്ക പോളുകളും BJPക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെ നൽകിയിരുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഫലം വന്നപ്പോൾ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ പോലും സാധിച്ചില്ല. അതായത് നിശബ്ദമായ വോട്ടിംഗ് അട്ടിമറികളെ കണ്ടെത്തുവാൻ പലപ്പോഴും എക്സിറ്റ് പോളുകൾക്ക് പോലും കഴിയുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് വലിയൊരു ചോദ്യം ഉയരുന്നത്. എക്സിറ്റ് പോളുകൾ എപ്പോഴും ശരിയാകുമോ? ഇല്ല എന്നതാണ് ഉത്തരം. ഇതിന് ലോകമെമ്പാടും പരാജയപ്പെട്ട ചരിത്രവും. 2004 ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ വാജ്പേയി സർക്കാർ തിരിച്ചു വരുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നു. പക്ഷേ സംഭവിച്ചത് തിരിച്ചടിയായിരുന്നു. അതുപോലെ 2016 അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ഹിലാരി ക്ലിന്റൺ ജയിക്കുമെന്നും പ്രവചിക്കപ്പെട്ടെങ്കിലും ഡൊണാൾഡ് ട്രംപാണ് വിജയിച്ചത്. എന്തുകൊണ്ടാണ് തെറ്റുന്നതെന്ന് അന്വേഷിച്ചാൽ ഈ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ മണ്ഡലത്തിൽ ഏതാനും പേരോട് മാത്രമാണ് ഇവർ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്. ഈ നിശബ്ദ വോട്ടർമാരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ 5-6 മണ്ഡലങ്ങളിൽ പോയി ചോദിച്ചിട്ടുണ്ട്. അവിടെ പരിശോധിച്ചപ്പോൾ അവരുടെ പലരും പുറത്ത് തുറന്നു പറയാത്ത ആളുകളുണ്ട്. തങ്ങൾ ആർക്കു വേണ്ടി വോട്ട് ചെയ്തുവെന്നോ വെളിപ്പെടുത്താൻ മടിക്കുന്ന ആൾക്കാരുണ്ട്. അഥവാ പറഞ്ഞാൽ തന്നെ നേർ വിപരീതം പറയുന്ന ആളുകളുണ്ട്. അവസാന നിമിഷത്തിൽ മാറ്റങ്ങൾ വരെ ഈ പോളിങ്ങിനെ ബാധിക്കും. തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ എന്താണ് രാഷ്ട്രീയ നിലപാടുകളാണ് പാർട്ടികൾ എടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യം. 2026 നമ്മൾ നിൽക്കുമ്പോൾ സാഹചര്യങ്ങൾ മാറുകയാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ UDFന് 80 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ചില പ്രവചനങ്ങൾ വരുന്നത്. അത് 2021 ചിത്രത്തിന്റെ നേർ വിപരീതമാണ്. LDF വിജയം ഏകകണ്ഠമായി പ്രവചിക്കപ്പെട്ട കാലത്ത് നിന്ന് മാറി ഒരു വലതുപക്ഷ തരംഗം ഇന്ന് നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് തരംഗം പ്രവചിക്കപ്പെടുന്നു. ഒപ്പം NDAയുടെ വളർച്ചയും ചർച്ചയാകുന്നുണ്ട്. 2021 0 സീറ്റിൽ ഒതുങ്ങിയ BJPക്ക് ഇത്തവണ അത്ഭുതങ്ങൾ കാട്ടാൻ കഴിയുമോ? എക്സിറ്റ് പോളുകൾ പലപ്പോഴും BJPക്ക് അനുകൂലമായോ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിൽ കുറവായോ പ്രവചിക്കാറുണ്ട്. ചുരുക്കത്തിൽ എക്സിറ്റ് പോളുകൾ എന്നത് ഒരു ദിശാസൂചകം മാത്രമാണ്. അതൊരു അന്തിമ വിധിയേ അല്ല. ജനങ്ങളുടെ മനസ്സ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ രേഖപ്പെടുത്തി കഴിഞ്ഞു. പെട്ടി തുറക്കുന്നതുവരെ ഈ പ്രവചനങ്ങൾ നമുക്ക് ആവേശവും ചർച്ചയുമായി തുടർന്നുകൊണ്ടേയിരിക്കാം. എന്നാൽ യഥാർത്ഥ വിധി ജനാധിപത്യത്തിലെ രാജാവായ ജനങ്ങളുടേത് മാത്രമാണ്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. എക്സിറ്റ് പോളുകൾ ശരിയാകുമോ അതോ വീണ്ടും പ്രവചനങ്ങൾ കാറ്റിൽ പറക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.
ഒറ്റ ദിവസത്തെ കാത്തിരിപ്പേ ഉള്ളൂ. ഇവിടെ മുട്ടയടിക്കുന്ന ആളുകളുണ്ട്, കമ്മലിട്ട് നടക്കാമെന്ന് പറയുന്ന ആളുകളുണ്ട്, മീശ പഠിക്കാമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരുപാട് വാഗ്വാദങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. എന്തു തന്നെയായാലും വാർത്തകളിലൂടെ അറിയാൻ സാധിക്കും. എവർക്കും നന്ദി, നമസ്കാരം.